നമസ്കാരം. ഭാവന പോരാട്ടം ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടം ജയിച്ചു കഴിഞ്ഞ നായികയാണ് അവർ. അവരുടെ പോരാട്ടത്തിന് ശേഷം സമൂഹത്തിൽ പ്രചോദനാത്മകമായ നിരവധി സന്ദേശങ്ങൾ നൽകുന്നതിൽ ആരംഭം കുറിച്ചു ഭാവന. ഇപ്പോൾ ഈ സാഹചര്യം പ്രധാനമാണ്. ഭാവനയ്ക്ക് എതിരായ വ്യാജ പ്രചരണങ്ങളും അവരെ മുൻനിർത്തിയുള്ള ഫേക്കായ സന്ദേശങ്ങൾ അയക്കുന്നതും അതിനനുസരിച്ച് സാമൂഹ്യമായി സിനിമ തന്നെ പുറത്തിറക്കി അവരെ അപകീർത്തിപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴും തളരാതെ അവർ പിടിച്ചു നിൽക്കുന്നത് സമൂഹത്തിനൊരു സന്ദേശമാണ്. അതിനപ്പുറത്ത് സ്ത്രീ വേട്ടക്കാരായി സമൂഹത്തിൽ ഒളിഞ്ഞു നിൽക്കുന്ന, തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ആളുകൾ മുഴുവൻ സ്വയം സമൂഹത്തിന് മുന്നിൽ നഗ്നരായി നിൽക്കുന്ന കാഴ്ചയും ഇവരുടെ തലയുയർത്തിയുള്ള നിൽപ്പിന് പിന്നാലെ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ സാഹചര്യം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടുകൂടി ഒരു 3 പ്രതികരണങ്ങളും അതുമായി ബന്ധപ്പെട്ട 3 ഡെവലപ്മെൻറ്റ് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചും ആണ് വന്നത്. ആദ്യം തനിക്കെതിരായ വ്യാജ പ്രചരണങ്ങളുടെ തുടർച്ചയായി ഭാവന ഏറ്റവും ഒടുവിൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച അവരുടെ പ്രതികരണം നിങ്ങൾക്ക് മുന്നിൽ വായിക്കാം. ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത്, അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇതെന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ 2ാം പ്രതി പോകുന്നതിന് മുമ്പേ ഒരു വീഡിയോ എടുത്തത് കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടി പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്, ലെറ്റ് മീ ലൈവ് എന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ നീതി നടപ്പാക്കേണ്ട നീതിന്യായ സംവിധാനങ്ങളുടെ ഒക്കെ മുഖം നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. എന്താണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉണ്ടായത് എന്ന് നമുക്കറിയാം. അതിൻ്റെ തുടർച്ചയായി ആവർത്തിച്ചു പറയേണ്ടി വരുന്ന പിന്നാലെ കൂടിക്കൊണ്ടുള്ള വേട്ട നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ട 8ാം പ്രതി നിർമ്മിച്ച സിനിമ പുറത്തിറങ്ങി. ആ സിനിമയിൽ പോലും ഒരു സ്ത്രീയെ ഈ മട്ടിൽ ആക്രമിച്ചിട്ട് അതിൻ്റെ വിധി വന്നിട്ട് തൊട്ടടുത്ത ദിവസം അതിൻ്റെ ആഘോഷമായി അതിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രതി നായകനായി വരുന്ന സിനിമയിൽ പോലും ആ അതിക്രമത്തെ പരിഹസിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. പരോക്ഷമായി അയാൾക്ക് പറയാനുള്ളത് പറയുന്നു സിനിമയിലൂടെ എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യം എന്നുള്ളതിനപ്പുറത്ത് സമൂഹത്തിൽ നടന്ന ഒരു സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടും വിധം അപകീർത്തികരമായി ഈ അതിക്രമത്തെ പരാമർശിക്കുന്ന ഒരു ഡയലോഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുണ്ട്. സിനിമ കണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഈ സാഹചര്യം പ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രതികരണത്തിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. അത് രണ്ടാമത്തേതായി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണമാണ്. ഭാഗ്യലക്ഷ്മി ഈ ഭാവനയുടെ പോരാട്ടത്തിൽ ഒരുമിച്ച് അവർക്കൊപ്പം പിന്തുണയുമായി നിൽക്കുന്ന ആളാണ്. അവരുടെ പ്രതികരണം ഇന്ന് അവർ റിപ്ലൈ ചെയ്തത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഭാവനയുടെ പുതിയ സിനിമയുടെ പോസ്റ്റർ ഇട്ടിട്ട് ഭാവനയുടെ സിനിമ കാണാൻ ആരൊക്കെ പോകും എന്നൊരു പോസ്റ്റ് കണ്ടു. അതിൽ കൂടി റീച്ച് ഉണ്ടാക്കാൻ ഒരു ശ്രമമാണ്. ഇങ്ങനെയും ചിലർ ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അവളോടൊപ്പം നിൽക്കുന്നവർ അവളൊരു നടിയായതുകൊണ്ടല്ല ഒപ്പം നിൽക്കുന്നത്, ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. അവൾക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിക്കും എവിടെയും സംഭവിക്കാതിരിക്കാനാണ്. ഈ 8 വർഷത്തിൽ അവളുടെ ചില സിനിമകളും ഇറങ്ങിയിരുന്നു. ഒരു PR വർക്കും ഇല്ലാതെ, ഫാൻസിൻ്റെ ആദരവില്ലാതെ അവർ എല്ലാവരും കൂടി ശ്രമിച്ചിട്ടും എത്ര പണമിറക്കിയിട്ടും ഏട്ടൻ്റെ പടങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. എടോ, അവൾക്ക് PR വർക്കില്ല, ഫാൻസ് ഇല്ല. കാരണം അവളൊരു സാധാരണ പെൺകുട്ടിയാണ്. എങ്കിലും അവൾ പോരാടുന്നത് നിങ്ങളുടെ കൂടി പെങ്ങൾക്ക് വേണ്ടിയാണ്. അവളുടെ പോരാട്ടം ഒരു കരുത്താണ്. ഈ നാട്ടിലെ സ്ത്രീകൾക്ക്, പെൺമക്കളുടെ അച്ഛനമ്മമാർക്ക്, സഹോദരന്മാർക്ക് അത് ആദ്യം മനസ്സിലാക്കുക. എന്നും എപ്പോഴും അവളോടൊപ്പം. ഇനി ഇതിന് താഴെ വന്ന് തെറി വിളിക്കുന്നവരോട്, നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങളും അവളോടൊപ്പം തന്നെയാണ്. അവളെയും അവളോടൊപ്പം നിൽക്കുന്നവരെയും തെറി വിളിക്കുന്നവരുടെ ഒക്കെ ഉള്ളിൽ ഒരു കൊട്ടേഷൻ മനുഷ്യൻ ഉണ്ട്. പൾസർ സുനിയും കൂട്ടാളികളും ഉണ്ട് എന്ന് സ്വയം തിരിച്ചറിയുക എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഭാഗ്യലക്ഷ്മി നടത്തിയ പ്രതികരണം. ഇതിൻ്റെ പിന്നാലെ ഭാഗ്യലക്ഷ്മിക്കെതിരെ ഭീഷണി സന്ദേശങ്ങൾ, ഭീഷണി കോളുകളൊക്കെ വരികയും ഇപ്പോൾ അവർ ഏറ്റവും ഒടുവിൽ അവർ പോലീസിൽ തന്നെ പരാതിപ്പെടുന്ന സാഹചര്യമുണ്ട്. അവരെ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്നൊരുത്തൻ വിളിച്ചു പറഞ്ഞതിൻ്റെ ഫോൺ നമ്പർ അടക്കം അവർ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യം വലിയ ചിന്തയിലേക്ക് നമ്മളെ നയിക്കണം. വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അക്രാമകമായ പുരുഷാധിപത്യത്തിൻ്റെ വക്താക്കൾ, സ്ത്രീ വേട്ടക്കാർ ഒക്കെ പരാതിപ്പെടുന്ന
സ്ത്രീകൾക്കെതിരെ ഏത് മട്ടിൽ അവർക്കൊപ്പം നിൽക്കുന്നവർക്കെതിരെയും ഏത് മട്ടിൽ പ്രതികരിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇത്. സ്ത്രീവേട്ടക്കാരുടെ വലിയ പ്രശ്നങ്ങളെ സിനിമയിൽ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നവർ പോലും ഇപ്പോൾ പൊതു ഇടങ്ങളിൽ പോലും സിനിമയിലൂടെ പോലും സ്ത്രീവേട്ടക്കാർക്ക് ന്യായം ചമയ്ക്കുന്ന, അവരെ ഹീറോ ആക്കുന്ന സിനിമകൾ തന്നെ സൃഷ്ടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അങ്ങനെയുള്ള സിനിമകൾക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ അവരുടെ പണത്തിൻ്റെ കച്ചവടത്തിൻ്റെ ഒക്കെ സാധ്യതയിലൂടെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴാണ് ഒരു സ്ത്രീ തനിക്കെതിരായി നടന്ന അതിക്രമത്തിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെടുന്നത്. അതിനെതിരായ പോരാട്ടം അവർ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ വിജയം. ആ പോരാട്ടം തുടരുമ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൽ വന്ന് നിരന്തരമായി ഞാൻ ഇന്നയാളാണ്, ഞാൻ ഈ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ആളാണ്, ഞാൻ വേട്ടക്കാരനാണെന്ന് സ്വയം വെളിപ്പെടുത്തുന്നത് തന്നെയാണ് അവരുടെ പോരാട്ടത്തിൻ്റെ വിജയം എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട പ്രതികരണം കൂടി നമ്മൾ കാണണം. അത് ഷുക്കൂർ വക്കീലിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത് ഞാൻ ആദ്യം വായിക്കാം. അവരോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ ഭാഗ്യമുണ്ടായി. ആ ദിവസങ്ങളിലൊക്കെ അവർക്ക് പറയാനുണ്ടായിരുന്നത് അവരനുഭവിച്ച കൊടിയ അതിക്രമങ്ങളെക്കുറിച്ചായിരുന്നു. തുടർന്ന് കേസിനെ കുറിച്ചായിരുന്നു. അന്നവർ പറഞ്ഞത് അവർക്ക് 2 ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഒന്ന് പോലീസിൽ പരാതി നൽകുക, രണ്ടാമത്തേത് മിണ്ടാതിരിക്കുക. ഈ 2 കാര്യങ്ങളിൽ ഏതു സ്വീകരിച്ചാലും അക്രമികൾ റെക്കോർഡ് ചെയ്ത വീഡിയോ അവരുടെ കയ്യിലുണ്ട്. അത് ഏതു സമയത്തും പുറത്തു വരാം. അത്തരം ഒരു അതിഗുരുതരമായ ട്രോമയിൽ കൂടി കടന്നാണ് അവർ പോലീസിൽ പരാതി പറയാൻ തയ്യാറായത്. ആ പരാതി നമ്മുടെ സ്ത്രീ പോരാട്ട ചരിത്രങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയവും ധീരവുമായ ചുവടുവെപ്പാണ്. പിന്നീടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ശക്തനായ ദിലീപ് 8ാം പ്രതിയാകുന്നതും കേസിലെ പ്രധാന മെറ്റീരിയൽ ഒബ്ജക്റ്റായ ആ ക്രൂരകൃത്യമടങ്ങുന്ന പെൻഡ്രൈവ് കിട്ടുവാൻ അയാൾ സുപ്രീം കോടതി വരെ പോയതും അയാൾക്കത് നൽകുവാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി നിലപാട് സ്വീകരിച്ചതും നിയമചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വിധിയാണ്. കേരളത്തിലെ മനുഷ്യർ എന്ന നിലയിൽ നാം ധീരയായ ആ പോരാളിയോടൊപ്പം തന്നെ നിൽക്കണം. അവരുടെ ഓരോ ചുവടുവെപ്പിനും നമ്മൾ പിന്തുണ നൽകണം. അവർക്ക് നീതി ലഭിച്ചു എന്ന് അവർ കരുതുന്നതുവരെ അവർക്ക് നീതി ലഭിച്ചില്ലെന്ന് തന്നെയാണ് അർത്ഥം. അവർക്കെതിരെ പേട്ടന് വേണ്ടി ഒളിയുദ്ധം നടത്തുന്നവർ മനുഷ്യ സമൂഹത്തോടാണ് ഒളിയുദ്ധം ചെയ്യുന്നതെന്ന് നാം തിരിച്ചറിയണം. അവർ ആ നശിച്ച ദിവസത്തെ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ തന്നെ കണ്ണുകളിൽ തീയാളുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരി, ഈ നാട് മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട്. പരാതി നൽകാൻ തീരുമാനിച്ച ആ നിമിഷം മുതൽ നിങ്ങൾ ഈ പോരാട്ടത്തിൽ ജയിച്ചവളാണ്. സ്നേഹം, ഷുക്കൂർ വക്കീൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സിനിമാ നടൻ കൂടിയായ ഷുക്കൂർ വക്കീലാണ്. സിനിമയിൽ ഇത്തരത്തിൽ ഒരുപക്ഷെ ചവിട്ടുപടികളായി മുന്നിലേക്ക് വരുന്ന സാധ്യതകളെ അടക്കും വിധത്തിലാണ് സിനിമയിലെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലുള്ള ഒരാളെ കൂടി വിമർശിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിർഭയരായി മുന്നോട്ട് വരുന്നത് അപൂർവം ചിലരാണെങ്കിലും അത്തരത്തിൽ വരുന്നു. അത് ഉയർച്ച താഴ്ചകളില്ലാതെ പൃഥ്വിരാജ് മുതൽ ജോയ് മാത്യു മുതൽ ഭാഗ്യലക്ഷ്മിയും വരെ ഉള്ള ആളുകൾ, അവിടെ ഷുക്കൂർ വക്കീലിനെ പോലെയുള്ള ആളുകൾ അണിനിരക്കുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമായി നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കൊപ്പം സാധാരണ മനുഷ്യർ കൂടി അണിനിരക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൽ ദിലീപ് പ്രതിയാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അതിനപ്പുറത്ത് അതിജീവിതയെ മുന്നോട്ട് നയിക്കുക, അവർക്കെതിരായി നിരന്തരമായി ഒരു അധികാര കേന്ദ്രത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരിക്കലും സാധ്യമല്ലാത്ത വിധത്തിൽ പ്രചരണങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു മൂലധന ശക്തി എന്ന മട്ടിൽ തന്നെ ഒരു അധികാര കേന്ദ്രം ഈ പ്രതികൾക്ക് വേണ്ടി ആസൂത്രിതമായി നിലകൊള്ളുന്നു. അതൊരു കേവലം പൾസർ സുനി എന്ന ഒരു ബിംബം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നു എന്ന് തെളിയിക്കും വിധത്തിലാണ് മാർട്ടിൻ്റെ ഒക്കെ വരവ്. അതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്ന് അപകീർത്തിയുടെ സന്ദേശ പ്രളയങ്ങൾ, കമൻ്റ് പ്രളയങ്ങൾ തന്നെ വരുന്നത്. അവിടെയാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുകയും പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്യുന്ന അതിജീവിതയുടെ ധൈര്യം നമ്മൾ കാണുന്നത്. അത് പ്രചോദനാത്മകമാണ് എന്നൊരിക്കൽ കൂടി പറയേണ്ടി വരും. ഷുക്കൂർ വക്കീൽ പറഞ്ഞതുപോലെ അവർ പോരാടാൻ തീരുമാനിച്ച നിമിഷം തന്നെ അവർ വിജയിച്ചു കഴിഞ്ഞതാണ്. ആ യുദ്ധത്തിൽ അവർ വരും കാലത്തേക്കുള്ള നീക്കിയിരിപ്പ് എന്ന മട്ടിലാണ് അവരുടെ പോരാട്ടം തുടരുന്നത്. അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പോരാട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം നിൽക്കുന്ന വലിയൊരു സമൂഹമുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായി മാറുന്നു എന്നുള്ളതും പ്രധാനമാണ്. നന്ദി, നമസ്കാരം.